പക്ഷെ പത്രങ്ങള് ഈ ചോദ്യങ്ങള് ഈ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ അധികം പ്രൊജക്ട് ചെയ്തിട്ടേയില്ല. അവർക്ക് വേണ്ടത് സെൻസേഷൻ ആക്കുക. ഇങ്ങനത്തെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയതുകൊണ്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ട് അതിനെ പ്രൊജക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് റേറ്റിംഗ് ഉണ്ടാക്കുക. പരസ്പരം മത്സരിച്ച് മറ്റ് ചാനലുകളോട് മത്സരിച്ച് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടായി ഒന്നാം സ്ഥാനത്തെത്തുക. ഇത് മാത്രമാണ് മാധ്യമങ്ങളുടെ ഉദ്ദേശം. അതിൽ കൂടെ സർക്കാരിനെ ഇകഴ്ത്തുക. ഈ ഒരു പരിപാടിയാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. മാധ്യമങ്ങൾക്കെതിരെയാണ് നമ്മൾ ശരിക്കും യുദ്ധം ചെയ്യേണ്ടത്, അല്ലാതെ പ്രതിപക്ഷത്തിനെതിരെ അല്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു നോട്ടത്തിൽ തോന്നുന്നത്. കാര്യം പ്രതിപക്ഷം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ടാണ് കൊണ്ടാടുന്നത്. ഇപ്പൊ എല്ലാവരും മാധ്യമങ്ങൾ പറയുന്ന നുണകളാണ് എടുത്തിട്ട് കൊണ്ടാടുന്നത്, അല്ലാതെ അവരുടെ തല വെച്ച് അത് ചിന്തിക്കുന്നില്ല. മാധ്യമങ്ങൾ പറയുന്ന അപ്പാടെ അങ്ങ് വിഴുങ്ങുക, എന്നിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിലെ കൂട്ടുകാരും ചെയ്യുന്നത്. അല്ലാണ്ട് കാര്യം ഇവർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ, കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടിരുന്നത് പത്രമാസികകളുടെ വളർച്ചയായിരുന്നു, ചാനലുകളുടെയും. ഏറ്റവും ഒരു സമയത്ത് കുറച്ച് എൻ്റെ ഒരു 10-20 കൊല്ലത്തിന് മുമ്പ് വരെ. പക്ഷെ ഇന്ന് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കേരള ജനതയെ പറ്റിക്കുന്ന, ചതിക്കുന്ന, ഒരു മാർഗനിർദ്ദേശവുമില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനങ്ങൾക്ക് ശരിക്കും കടിഞ്ഞാനിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. തെറ്റ് ഇപ്പൊ സ്ത്രീകളുടെ വിഷയത്തിൽ സിനിമാ മേഖലയിൽ ഒരു കമ്മിറ്റി വേണമെന്ന് പറയുന്നത് പോലെ തന്നെ മാധ്യമങ്ങളുടെ നുണകള്, ഊഹ റിപ്പോർട്ട്, ഇതിനൊക്കെ എതിരായിട്ട് ഒരു കമ്മിറ്റി ഉയർന്നു വന്നേ പറ്റൂ. അതാണ് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലാണ്ട് പാർട്ടിക്ക് വേണ്ടിയോ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല. സത്യമായ റിപ്പോർട്ടുകൾ ജനങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും അവകാശമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടായേ തീരൂ. ഇന്നലെ തന്നെ ഒരു നുണ റിപ്പോർട്ട് എല്ലായിടത്തും പ്രചരിച്ച് ശവക്കൊഴുക്ക് 75,000 രൂപ. 75,000 രൂപ എന്ന് പറയുന്നത് 90 ദിവസത്തേക്കുള്ള ആവശ്യമുള്ള കണക്കുകൂട്ടലൊക്കെ വച്ചാണ് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യുന്നതാണത്. മാത്രമല്ല അതിൽ ശവത്തിന് മാത്രമല്ല, ആ ശവം അടക്കാൻ എടുക്കുന്ന ഭൂമിയുടെ വില, അത് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വണ്ടി, അതിനുപയോഗിക്കുന്ന തുണി, അതിന് ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഇത്ര രൂപ എന്ന് സർക്കാർ കണക്കുണ്ട്. ആ എമൗണ്ട്, അതിലെന്തെല്ലാം, എല്ലാം ഒരു മുത്തുസൂചി വാങ്ങുന്നവരെ അതിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ജനങ്ങൾക്കില്ലാതെ പോകുന്നു. അത് മറച്ചു വച്ചിട്ട് പത്രങ്ങൾ നുണ മാത്രം എഴുതുന്നു. ഇതിനെതിരെയാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഒരു ഹേമ കമ്മിറ്റി പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയോ ഒരു പത്രങ്ങളുടെ ഊഹക്കച്ചവടങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് ജനങ്ങളുടെ ഈ ചതിയിൽ നിന്ന് ഇത് കേട്ട് വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ജനങ്ങളെ അത്രയും പ്രബുദ്ധരാക്കി കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഹേമ കമ്മിറ്റി പോലെ ഒരു പത്ര കമ്മിറ്റിയും, അല്ലെങ്കിൽ പത്രത്തിന് വേണ്ടി ഒരു കോടതിയെങ്കിലും, അല്ലെങ്കിൽ കേസിന് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനെങ്കിലും ഉണ്ടാക്കി എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പത്രസ്വാതന്ത്ര്യത്തിൽ കൈകടത്തേണ്ടി വന്നാൽ കടത്തണം. അല്ലാണ്ട് ഇങ്ങനെ നുണ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുക?